എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, 22,000 വേക്കൻസിയോടെ ഗ്രൂപ്പ് ഡി എക്സാം നോട്ടിഫിക്കേഷൻ നമുക്ക് ജനുവരിയിൽ പ്രതീക്ഷിക്കാം. ഈ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു നമ്മുടെ കറണ്ട് അഫയേഴ്സ്. സോ ഇതേ പാറ്റേൺ തന്നെ നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം. ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് RRB, NTPC, ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനും ഇതേ ഒരു പാറ്റേൺ തന്നെ പ്രതീക്ഷിക്കാം. അവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്തായിരിക്കണം? കറണ്ട് അഫയേഴ്സിൽ സ്ട്രോങ് ആയിരിക്കണം. വെറും സ്ട്രോങ് അല്ല, നിങ്ങൾ ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ. സോ നമുക്ക് കാണാം ഏതൊക്കെയാണ് ആ 100 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ. ഇതേ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഇതേ ഒരു രീതി തന്നെയാണ് നമ്മുടെ മോർണിംഗ് കറണ്ട് അഫയേഴ്സ് സെക്ഷനും നമ്മൾ ഡീൽ ചെയ്യുന്നത്. എല്ലാ ദിവസവും 10 മണിക്കായിരിക്കും നമ്മുടെ മോർണിംഗ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഈ ഒരു പാറ്റേൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 100 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. സോ അതിനു മുമ്പേ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഒരു സിലബസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് എടുത്താൽ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിന് 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മൊത്തത്തിൽ 20 ചോദ്യമാണ്. ഈ കഴിഞ്ഞ എക്സാമിന് ആ 20 ചോദ്യത്തിൽ 18 ചോദ്യം എവിടെ തന്നെയായിരുന്നു? നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെയായിരുന്നു. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ ഒരു വർഷം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതേ ഒരു പാറ്റേൺ തന്നെ നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം. ഈ വരാൻ പോകുന്ന എക്സാമുകൾക്കും പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ടാണ് നമ്മൾ ആ 100 ടോപ്പിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ നോക്കി തന്നെ പോകണം മക്കളെ, കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ നമുക്ക് അതിനെ ഒന്ന് പ്രധാനമായിട്ടൊന്ന് 5 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ എന്ന് പറഞ്ഞ ഗവൺമെന്റ് സ്കീമുകളാണ്. നമ്മൾ ഈ ഗവൺമെന്റ് സ്കീമുകൾക്ക് വേണ്ടി ഒരു സെക്ഷൻ തന്നെ എടുത്തിട്ടുണ്ട്. ദെൻ അപ്പോയിന്റ്മെന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോയിന്റ്മെന്റുകൾക്ക് വേണ്ടി നമ്മൾ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. ദെൻ സ്പോർട്സ്, ഈ സ്പോർട്സിൽ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ KLരത്ന അവാർഡുകൾ, അതേപോലെ തന്നെ നമ്മുടെ അർജുന അവാർഡുകൾ ഒക്കെ നമ്മൾ സ്പോർട്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഈ നമ്മളെ അണ്ടർ 90 വേൾഡ് കപ്പിനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. T20യെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ പ്രധാനപ്പെട്ട അവാർഡുകൾ, ഓണറുകൾ നിങ്ങൾ നോക്കി തന്നെ പോകേണ്ട മറ്റൊരു ടോപ്പിക് തന്നെയാണ് അവാർഡുകളും ഓണറുകളും. ദെൻ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം എന്തിന്റെയാണ്? നമ്മുടെ റെയിൽവേ എക്സാം ആയതുകൊണ്ട് തന്നെ റെയിൽവേ അപ്ഡേറ്റുകൾ നോക്കണം. റെയിൽവേയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട പോർട്ടലുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട പോർട്ടലുകൾ ഏതൊക്കെയാണ്? ആപ്പുകൾ ഏതൊക്കെയാണ്? ദെൻ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ദെൻ പുതിയ സിസ്റ്റങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കവച് സിസ്റ്റം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ സെയിം ടൈം ഇന്നത്തെ നമ്മുടെ മോർണിംഗ് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ നമ്മൾ ഡീൽ ചെയ്ത RPFന്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കി പോകണം. സോ നമ്മൾ ഇനി ഓരോ ടോപ്പിക്കിന്റെയും പ്രധാനപ്പെട്ട ആ സബ്ജക്റ്റിലേക്ക് വരുവാണ്. നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗവൺമെന്റ് സ്കീമുകളും പോളിസീസുകളുമാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത് 20 ടോപ്പിക്കുകളാണ് മക്കളെ. 20 ടോപ്പിക്കും അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അത്രമാത്രം റെലവെന്റ് ആണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ അത്രമാത്രം റെലവെന്റ് ആണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഏതാണ്? PM വിശ്വകർമ്മ യോജന. നമ്മൾ ഒരു ഗവൺമെന്റ് സ്കീം എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങൾ നോക്കിപ്പോലെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ആ എക്സാം ആണ് ക്ലിയർ ചെയ്യേണ്ടത്. സോ എക്സാം ക്ലിയർ ചെയ്യുന്ന രീതിയിൽ വേണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഹാർഡ് വർക്ക് ചെയ്യല്ലേ, നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. എന്താണ് ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഒരു ധാരണ വേണം. ആ ധാരണ എവിടുന്നേ കിട്ടത്തുള്ളൂ? നമ്മൾ PYQ, നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പൊ നമ്മൾ ഒരു സ്കീമിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്കീം ഏത് മിനിസ്ട്രിയാണ്, ആ സ്കീമിന്റെ എന്താണ് നോഡൽ മിനിസ്ട്രി, അല്ലെങ്കിൽ ആരാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. ആ ഒരു സ്കീം വന്നാൽ ആ സ്കീം ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഏതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ പ്രധാനപ്പെട്ട അത് ആ ഒരു സ്കീമിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത്. സോ ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കണം. അത് ഏത് വിഭാഗക്കാരെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ടാർഗറ്റ് ഗ്രൂപ്പുകൾ, എല്ലാ സ്കീമുകളും എന്തിനു വേണ്ടിയായിരിക്കാം? അത് ഒരു പർട്ടിക്കുലർ സെക്ഷനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ എന്ത് ചെയ്യുമായിരിക്കും? അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. സോ ആ ടാർഗറ്റഡ് ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? ഈ ഒരു സ്കീമിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് PM വിശ്വകർമ്മ സ്കീം. ദെൻ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗതിശക്തി മാസ്റ്റർ പ്ലാൻ കുറച്ച് ഇന്നും കൂടെ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ.
ഗതിശക്തി മാസ്റ്റർ പ്ലാൻ, അത് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്കീമാണ് ഗതിശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്കീമാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തോളൂ നമ്മുടെ കറന്റ് അഫയേഴ്സ് സെക്ഷന്. ജൽ ജീവൻ മിഷൻ ഒരിക്കലും മറന്നു പോകല്ലേ. ജൽ ജീവൻ മിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. സോ ഈ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമ്മൾ 10+2 എന്ന് പറയുന്ന ആ ഒരു പ്രീവിയസ് മോഡലിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വന്നു? 5+3+3+4 എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് വന്നു. സോ ഇത് എന്തൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മുടെ കറന്റ് അഫയേഴ്സ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ദെൻ ആയുഷ്മാൻ ഭാരത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെൽത്ത് സ്കീമുമായി ബന്ധപ്പെട്ട് അത്രമാത്രം എന്താണ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗവൺമെന്റിന്റെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം തന്നെയാണ് എന്ത് നമ്മൾ ഈ പറയുന്ന ആയുഷ്മാൻ ഭാരത്. ദെൻ ഏഴാമത്തെ സ്വമിത സ്കീം എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ദെൻ നമ്മുടെ എട്ടാമത്തെ സ്കീം കിസാൻ സ്കീം, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്കീമുകളും പോർട്ടലുകളും ആപ്പുകളും നിങ്ങൾ നോക്കണം. കാരണം ഇന്ത്യയിൽ ഇപ്പോഴും നിലവിലും 40% മുകളിൽ ആൾക്കാര് ഡിപ്പെൻഡ് ചെയ്യുന്ന ജോബ് ഏതാന്ന് ചോദിച്ചാൽ അത് അഗ്രികൾച്ചർ തന്നെയാണ്. സോ അഗ്രികൾച്ചറിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്കീമുകളും അതേപോലെ തന്നെ പോർട്ടലുകൾ ആപ്പുകൾ വരുവാണെങ്കിൽ നിങ്ങൾ നോക്കി തന്നെ പോകണം. ഡിജിറ്റൽ ഇന്ത്യ നമുക്കറിയാം, നമുക്ക് ധാരാളം ആ ഒരു ടെക്നോളജിക്കൽ നമ്മൾ ഒത്തിരി അപ്ഗ്രേഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ സ്കീമുകളെ കുറിച്ച് നിങ്ങൾ നോക്കണം. 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് സ്കീം. നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റോൾ ഒക്കെ കാണാൻ സാധിക്കും, ശരിയല്ലേ? സോ ആ 1 പ്രോഡക്റ്റ് 1 സ്കീം നിങ്ങൾ നോക്കണം. 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് സ്കീം നിങ്ങൾ നോക്കണം. ദെൻ ന്യൂ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ആർക്ക് ബ്രിഡ്ജ്, ഇന്ത്യ ഏറ്റവും ടോളസ്റ്റ് ആർക്ക് ബ്രിഡ്ജ്, അതേപോലെ തന്നെ എന്താണ് കാൻഡിലിവർ ബ്രിഡ്ജ്, പാമ്പൻ പാലത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചിനാബ് ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി തന്നെ പോകണം, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് PLI സ്കീമുകളെ കുറിച്ച് നിങ്ങൾ നോക്കി പോകണം. ജൻധൻ യോജന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റേ സ്കീമാണ് എന്ത് ജൻധൻ യോജന എന്ന് പറയുന്നത്. സോ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ആ ബഡ്ജറ്റിൽ നോട്ടീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്കീമുകൾ ഒന്ന് നിങ്ങൾ നോക്കി തന്നെ പോകണം. ആ സ്കീമുകൾ ഇപ്പൊ പഴയ സ്കീമുകളാണെങ്കിലും ആ സ്കീമുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷനുകൾ അല്ലെങ്കിൽ ആ സ്കീമുകൾ എന്തെങ്കിലും ആ ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ കുറവുകളൊക്കെ വന്നതാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ MGNREGA എപ്പോഴും ന്യൂസിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സ്കീം തന്നെയാണ്. ആ ഒരു പോവർട്ടി അലിവേഷന് വേണ്ടിയുള്ള സ്കീം തന്നെയാണ് MGNREGA. സോ ഈ MGNREGA ബന്ധപ്പെട്ട് ചില സമയങ്ങളിൽ ബഡ്ജറ്റുകളിൽ അതിന്റെ ആ ഒരു ഫണ്ട് അലോക്കേഷൻ ഒക്കെ കുറയ്ക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എമൗണ്ട് കുറയ്ക്കുന്നൊക്കെ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഒക്കെ പലപ്പോഴും നമുക്ക് ന്യൂസ് പേപ്പറിൽ കാണാൻ സാധിക്കും. സോ ഇതെന്ന് പറയുന്ന 2005 വന്ന സ്കീമാണ്, ശരിയാണ്. പക്ഷെ ഇപ്പോഴും അതിന് എന്തുണ്ട്, അതിനൊരു കറണ്ട് റെലവൻസ് ഉണ്ട്. ഇനി മറ്റൊരു സ്കീമാണ് ഏത്, നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന സ്കീം. ഇതൊക്കെ നേരത്തെ വന്നാണ് 2014-ലും 2015-ലും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള സ്കീമുകളാണ്. പക്ഷെ ഇതിന് എന്തുണ്ട്, ഇതിന് ഇപ്പോഴും എന്തുണ്ട്, അതിനൊരു റെലവൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി തന്നെ പോകണം. അതേപോലെ തന്നെ എന്താണ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ട് ഏറ്റവും കൂടുതൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു സെക്ടറാണ് MSME എന്ന് പറയുന്നത്. എന്താണ് മീഡിയം സ്മോള് അതേപോലെ തന്നെ മൈക്രോ സെക്ടർ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന MSME ബന്ധപ്പെട്ട സ്കീമുകളൊക്കെ പലപ്പോഴും എന്തിൽ വരുന്നുണ്ട്, ബഡ്ജറ്റിൽ വരുന്നുണ്ട്. അത് നോക്കണം. ഡിഫൻസ് സെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. DRDOയുടെ ഒക്കെ എന്താണ് പുതിയ ഇനിഷ്യേറ്റീവുകളും സ്കീമുകളും നിങ്ങൾ നോക്കി തന്നെ പോകണം. റോഡ് പ്രോജക്റ്റുകളും അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഭാരത് മാല, സാഗർ മാല തുടങ്ങിയ, ഭാരത് മാല എന്ന് പറയുന്നത് നമ്മുടെ റോഡുകളാണെങ്കിൽ സാഗർ മാല എന്ന് പറയുന്നത് നമ്മുടെ ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളാണ്. സാഗർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, കടലാണ്. അതുകൊണ്ട് തന്നെ ഓഷ്യൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളാണ് സാഗർ മാല വരുന്നത്, ഭാരത് മാല വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ DAയിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്കറിയാം. ഇപ്പം 8th പേ കമ്മീഷനെ കുറിച്ച് നമുക്ക് നിലവിൽ ധാരാളം ന്യൂസുകളുണ്ട്. അത് നമ്മുടെ ആ ഒരു ബേസിക് പേയിലൊക്കെ ഉള്ള വ്യത്യാസം. അപ്പൊ 8th പേ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ നോക്കണം. ദെൻ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീം തന്നെയാണ്. എല്ലാം നോക്കിപ്പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏത് മിനിസ്ട്രിയാണ് അല്ലെങ്കിൽ ഏതാണ് അവിടെ ആ ഒരു പർട്ടിക്കുലർ സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ആരാണ്, ഇനി അതേപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റുകൾ ആരൊക്കെയാണ്,
ടാർഗറ്റഡ് ഗ്രൂപ്പ്സ് ആരൊക്കെയാണ്, പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ആ ഒരു സ്കീം സെന്റർ സെക്ടർ സ്കീമാണോ അതേപോലെ തന്നെ സെന്റർ സ്പോൺസേർഡ് സ്കീമാണോ തുടങ്ങിയ കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി തന്നെ പോകാൻ സാധിക്കും. ഇതിന്റെ വ്യത്യാസമൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളിൽ നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്കീമുകൾ. 20 ടോപ്പിക്കാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തതാണ് അതിൽ പ്രധാനമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ. അപ്പോയിന്റ്മെന്റിന് വേണ്ടി നമ്മൾ ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നോക്കി തന്നെ പോകുക. വളരെ റീസെന്റ് നടന്നിട്ടുള്ള അത് 2025ലെയും 24ന്റെ ഏറ്റവും അവസാനത്തെയും പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റിൽ നിന്ന് 15 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നിങ്ങൾ നോക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്, അദ്ദേഹം എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്, ഇത് നമ്മുടെ അപ്പോയിന്റ്മെന്റിൽ നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ അതേസമയം തന്നെ ഈ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ആ ഒരു ടെന്യൂർ പീരീഡ്, എന്നാൽ അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ഗവായ്, അദ്ദേഹത്തിന്റെ ടെന്യൂർ പീരീഡ് എന്ന് പറയുന്നത് 6 മാസമായിരുന്നു. അദ്ദേഹവും എവിടെ തന്നെ വന്നാണ്, 2025ൽ തന്നെ അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് തന്നെയായിരുന്നു. സോ 6 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ് വന്നിട്ടുള്ളത്. അദ്ദേഹം എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്, ഇനി ഗവായ് എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കി തന്നെ പോകണം. സോ അതാണ് ഇവിടെ നിലവിലത്തെ ചീഫ് ജസ്റ്റിസും അതേപോലെ തന്നെ എന്താണ് തൊട്ടു മുമ്പുള്ള ചീഫ് ജസ്റ്റിസിനെ കുറിച്ചും ഒന്ന് നോക്കി തന്നെ പോകണം. ദെൻ ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ സിഇഒ ചെയർമാൻ, നമ്മുടെ അപ്പോയിന്റ്മെന്റ് തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ്. ആദ്യത്തെ സ്ലൈഡ് എന്ന് പറയുന്നത്, ഞാൻ കൊടുത്തിട്ടുള്ള ആദ്യത്തെ സ്ലൈഡ് എന്ന് പറയുന്നത് റെയിൽവേ ബോർഡിന്റെ സിഇഒ ആരാണ്, ചെയർമാൻ ആരാണ്, റെയിൽവേ മിനിസ്റ്റർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒന്ന് നോക്കി പോണം. അതിന്റെ നമുക്കറിയാം റീസെന്റ് തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിന് വന്ന ഒരു ചോദ്യമാണ്, എല്ലാവരും അത്ഭുതപ്പെടുത്തിയ ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ PM-ന്റെ എന്ത് വിസിറ്റ് ആണ്, ഫോറിൻ വിസിറ്റുകൾ. ഇതും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. PM-ന്റെ ഓരോ വിസിറ്റും അതിന്റെ പ്രാധാന്യം എന്താണെന്നും ഒക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. G20 എന്താണെന്നും ഗ്ലോബലി 20 വലിയ രാജ്യങ്ങൾ G20 എന്താണെന്നും അതേപോലെ തന്നെ ബ്രിക്സ് എന്താണെന്നും അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് നാറ്റോ ദെൻ എന്താണ് നമ്മുടെ ആസിയാൻ തുടങ്ങിയ എല്ലാ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോൺഫറൻസ് ഓഫ് പാർട്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. അതിന്റെ ആ ഒരു G20യുടെ ഒക്കെ അപ്പോയിന്റ്മെന്റിൽ ആരൊക്കെയാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കണം. നെയ്ബറിംഗ് കൺട്രീസ്, നമ്മൾ ബംഗ്ലാദേശിന്റെ കാര്യം ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ഇതൊരു ക്ലീഷ ഡയലോഗ് ആയിട്ട് തോന്നും. കാരണം എന്താണ്, നമ്മൾ ബംഗ്ലാദേശിന്റെ കാര്യം തന്നെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, അവിടെ എന്ത് നടന്നിട്ടുണ്ട്, അവിടെ ആ ഒരു അധികാര മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് അവിടുന്ന് പോവുകയൊക്കെ ചെയ്തു. പുതിയൊരു ഒരു ഇന്റർമീഡിയറ്റ് ഗവൺമെന്റ് അവിടെ വരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി തന്നെ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അതിർത്തി അല്ലെങ്കിൽ ബോർഡറിംഗ് ഷെയർ ചെയ്യുന്ന കൺട്രിയാണ് നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബംഗ്ലാദേശ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോകണം. അതുമാത്രമല്ല, നമ്മുടെ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം നമ്മൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ 120ാമത്തെ വാർഷികമാണ് നമ്മുടെ അമർ സോണ ബംഗാൾ എന്ന് പറയുന്ന അവരുടെ ബംഗ്ലാദേശിന്റെ നാഷണൽ ആ ഒരു ആന്തത്തിന്റെ ഒരു 120ാമത്തെ വാർഷികമാണ്. സോ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തൊക്കെ നിങ്ങൾ നോക്കി തന്നെ പോകണം. DRDOയുടെ ഹെഡ് ആരാണ്, അതേപോലെ തന്നെ ISROയുടെ ഹെഡ് ആരാണ്, ഇനി മറ്റ് സയന്റിഫിക് നമ്മൾ ഈവൻ ICMRന്റെ ഹെഡ് ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്പോയിന്റ്മെന്റിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എവിടെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ റെഗുലേഷൻ, പ്രത്യേകിച്ച് ആരുടെ കാര്യം നോക്കണം, RBI ഗവർണറിന്റെ കാര്യം നോക്കണം. എത്രാമത്തെ RBI ഗവർണറാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ RBI ഗവർണറെ കുറിച്ച് എന്ത് ചെയ്യണം, ഒന്ന് നോക്കി തന്നെ പോകണം. ദെൻ ബ്രാൻഡ് അംബാസഡേഴ്സിനെ കുറിച്ച് ഒന്ന് നോക്കി പോകണം. പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ബ്രാൻഡ് അംബാസഡേഴ്സ്, അതും ഈ ഗവൺമെന്റ് സ്കീമുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കി തന്നെ പോകണം.
പുതിയ എല്ലാ സ്റ്റേറ്റിന്റെ ഒന്ന് നോക്കണം നല്ല കേട്ടോ. ഏറ്റവും റീസെന്റ് നടന്നിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഗവർണർ ചേഞ്ച് നടന്നിട്ടുണ്ടോ? ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നിലവിലുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം പോവുകയും മറ്റൊരു ഒരു ഗവർണർ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ റീസെന്റ് നടന്നിട്ടുള്ള ചേഞ്ചസ് അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി തന്നെ പോകണം. എല്ലാ സ്റ്റേറ്റിന്റെ കാര്യമല്ല, അത് റീസെന്റ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ റീസെന്റ് ഏതെങ്കിലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടന്ന് അവിടെ അധികാര മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യം ഒന്ന് നോക്കി തന്നെ പോകണം. നമുക്കറിയാം റീസെന്റ് ബീഹാറിൽ ഇലക്ഷൻ നടന്നു. ബീഹാറിൽ ഇലക്ഷൻ നടന്നിട്ട് അവിടെ ഒരു PM ഒരു CM വന്നു. അപ്പൊ അദ്ദേഹത്തിന് ധാരാളം പ്രത്യേകത ഉണ്ട്. ഏറ്റവും ലോങ്സ്റ്റ് സെർവിംഗ് ആയിട്ട് വരുന്ന ചീഫ് മിനിസ്റ്റർമാരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറി. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി തന്നെ പോകണം. ക്രിക്കറ്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന BCCI പ്രസിഡന്റ്, അതേപോലെ തന്നെ നമുക്കറിയാം ICC പ്രസിഡന്റ് ആരാ നമുക്കറിയാം. അതൊരു ഇന്ത്യക്കാരനും കൂടി ആണെങ്കിൽ നോക്കി തന്നെ പോകണം. ഈവൻ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ ഒരു ഇന്ത്യക്കാരൻ പ്രസിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അധികാരത്തിൽ ഏൽക്കുവാണെങ്കിൽ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി തന്നെ പോകണം. പുതിയ അറ്റോർണി ജനറൽ നമ്മൾ നോക്കണം. AG നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം AG എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ആർട്ടിക്കിൾ ഏതാന്നൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ AG യെ കുറിച്ച് നോക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ഈ ഒരു പേര് ഞാൻ എപ്പോഴും പറയുന്നില്ല, കാരണം എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും ലൈവ് കാണുന്നവർക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്കറിയാം ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പേരാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം കോൺട്രവേഴ്സീസ്, പ്രത്യേകിച്ചും SIR ഒക്കെ വന്നത് അതിന്റെ ഭാഗമായിട്ടും ബീഹാർ ഇലക്ഷന്റെ ഭാഗമായിട്ടും ഒക്കെ ധാരാളം കോൺട്രവേഴ്സീസ് ആര് കേൾക്കേണ്ട വന്നിട്ടുണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ കേൾക്കേണ്ട വന്നിട്ടുണ്ട്. ജ്ഞാനേഷ് കുമാറിനെ കുറിച്ച് നോക്കണം. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ നോക്കണം. ഇനി ഈ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ UPSC യെ കുറിച്ച് ഒന്ന് നോക്കി പോകണം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും SSC യെ കുറിച്ചും ഒക്കെ ഒന്ന് നോക്കി തന്നെ പോകുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ആർമി ഹെഡ്സിനെ കുറിച്ച് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. അതിൽ പ്രത്യേകിച്ചും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ഇനി പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കി തന്നെ പോവുക. പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ കമ്പനികളിൽ എന്തെങ്കിലും തരത്തിലുള്ള CEO ചേഞ്ചസ് ഉണ്ടെങ്കിൽ നോക്കി പോവുക. ഇതൊക്കെ നമ്മുടെ അപ്പോയിന്റ്മെന്റിൽ നോക്കി തന്നെ പോയിട്ടുണ്ട്. UN ബോഡീസിൽ പുതിയ ഹെഡ്സ്, ഇതെല്ലാം പുതിയത് വരുമ്പോഴാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ എല്ലാം നോക്കി പോകണം എന്നല്ല അതിന്റെ അർത്ഥം. ഏറ്റവും പുതിയതായിട്ട് വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി തന്നെ പോകണം. നീതി ആയോഗിൽ എന്തെങ്കിലും, നീതി ആയോഗ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് തിങ്ക് ടാങ്ക് ആണ്. സോ നീതി ആയോഗിൽ ചെയർപേഴ്സൺ അതേപോലെ പ്രസിഡൻസ് ഒക്കെ അപ്പോയിന്റഡ് ആകുമ്പോൾ നിങ്ങൾ നോക്കി തന്നെ പോകണം. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്, റീസെന്റ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഏരിയ തന്നെയാണ് നമ്മുടെ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അവിടുന്ന് 20 ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ അവിടെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഭാരതരത്നെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പത്മ അവാർഡുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. നോബൽ പ്രൈസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ധ്യാൻ ചന്ദ് വളരെ വിശദമായിട്ട് തന്നെ സ്പോർട്സ് അവാർഡുകൾ, നാഷണൽ സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ നമ്മുടെ കറന്റ് അഫയേഴ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡുകളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഖേൽ രത്നയിൽ നിന്ന് എന്നാണ് അത് ധ്യാൻ ചന്ദ് ഖേൽ രത്ന ആയത് തുടങ്ങിയ ചരിത്രവും നമ്മൾ അവിടെ വിശദമായിട്ട് തന്നെ പോയിട്ടുണ്ട്. കാരണം ഇത് ഈ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് വന്ന ഒരു ചോദ്യം തന്നെയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുകൾ, അവിടെ നമ്മൾ അതും പറഞ്ഞു പോയിട്ടുണ്ട്. ബുക്കർ പ്രൈസിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ബുക്കർ പ്രൈസിൽ നിന്ന് ISROയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് വരെ നമ്മൾ കണക്ട് ചെയ്ത് അങ്ങ് പോയിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. ജ്ഞാനപീഠത്തെ കുറിച്ച് നമ്മൾ പോയിട്ടുണ്ട്. ഓസ്കാർ, ഗ്രാമി അവാർഡുകളൊക്കെ നിങ്ങൾ നോക്കി തന്നെ പോകണം. അതേപോലെ തന്നെ ICC, ഫിഫ അവാർഡുകൾ നിങ്ങൾ നോക്കി തന്നെ പോകണം. ദെൻ മാക്സസെ അവാർഡുകൾ, റാംസൺ മാക്സസെ അവാർഡുകൾ നോക്കണം. സോ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്താണ് റിപ്പീറ്റഡ്ലി വരുന്ന ഭാഗങ്ങളാണ്. റിപ്പീറ്റഡ്ലി ചോദ്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മൾ ഈ അവാർഡ്സ് ആൻഡ് ഓണർ എന്ന് പറയുന്നത്. സോ ആദ്യമേ നമ്മുടെ ഗവൺമെന്റ് സ്കീമിൽ 20 ചോദ്യങ്ങൾ, 20 ടോപ്പിക്കാണ് കണ്ടത്. രണ്ടാമത് നമ്മൾ 15 ടോപ്പിക് കണ്ടു. വീണ്ടും നമ്മൾ 20 ടോപ്പിക് കണ്ടു. ഇപ്പൊ മൊത്തത്തിൽ തന്നെ എത്രയായി? 55 ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സോ ഈ കാര്യങ്ങൾ ഓർത്തു പോകണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മള് എന്താണ് ഈ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ സ്പോർട്സ്, വീണ്ടും സ്പോർട്സ് എന്ന് പറയുന്നത് അവാർഡുകൾ മാറ്റി നിർത്തി സ്പോർട്സിലേക്ക് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെ നമുക്ക് 20 ടോപ്പിക് തന്നെ കാണാം. ഈ അവാർഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഗെയിംസ്, ഓരോ ഗെയിംസിനെ കുറിച്ച്, ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചും
കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചും അതേപോലെ തന്നെ ICC പ്രധാനപ്പെട്ട ടൂർണമെന്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നോക്കണം. പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാം വിംബിൾഡൺ സ്കീമുകൾ നമ്മൾ വിംബിൾഡൺ അവാർഡുകൾ നമ്മൾ നോക്കി തന്നെ പോകണം. അത് കിട്ടിയ വ്യക്തി ആരാണ്, അതിന്റെ റണ്ണറപ്പ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കി തന്നെ പോകേണ്ട കാര്യം തന്നെയാണ്. ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾ പാരാ ഒളിമ്പിക്സിനെ കുറിച്ചും വിന്റർ ഒളിമ്പിക്സും അതേപോലെ എന്താണ് സമ്മർ ഒളിമ്പിക്സിനെ കുറിച്ചും നോക്കി തന്നെ പോകണം. ഓരോ വേദികളും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് മക്കളെ. സോ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കി പോയിട്ടുണ്ട്. ഈ G20 സബ്മിറ്റിനെ കുറിച്ചും ബ്രിക്സ് സബ്മിറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഫറൻസ് ഓഫ് പാർട്ടി COP യെ കുറിച്ചും COP 29 അതേപോലെ തന്നെ COP 30 കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ക്വാഡ് ഇനിഷ്യേറ്റീവ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എക്സസൈസുകൾ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. ഏതാണ് എക്സസൈസ്? മലബാർ എക്സസൈസിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. ക്വാഡിനൊരു നമ്മളൊരു എന്താണ് ഒരു കോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്വാഡ് എന്ന് പറയുമ്പോൾ എന്താണ്? JUSA എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാണ്, ട്രംപ് ചേട്ടനെ ഒന്ന് പുകഴ്ത്താൻ വേണ്ടി, ട്രംപ് ഏട്ടനെ ഒന്ന് പുകഴ്ത്താൻ വേണ്ടി JUSA എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. J for ജപ്പാൻ, A for ഓസ്ട്രേലിയ, I for ഇന്ത്യ, USA തന്നെ. അപ്പൊ JUSA ഇവരാണ് ക്വാഡിൽ പ്രധാനപ്പെട്ട മെമ്പേഴ്സ്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നോക്കി പോയിട്ടുണ്ട്? നമ്മുടെ സ്പോർട്സും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഇവന്റുകളിൽ നമ്മൾ നോക്കി പോയിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട് എന്ത്? എക്സസൈസുകളെ കുറിച്ചും അതേപോലെ തന്നെ ഓപ്പറേഷൻ. കാരണം ഓപ്പറേഷൻ സിന്ദൂർ വന്നുകൊണ്ട് തന്നെ ഓപ്പറേഷനെ കുറിച്ച് നമ്മുടെ ക്ലാസ്സിൽ എടുത്ത് തന്നെ പോയിട്ടുണ്ട്. സയൻസ്, ഡിഫൻസ് അതേപോലെ തന്നെ മറ്റ് ടോപ്പിക്സുകൾ നമുക്ക് ആ ബാക്കി 25-ൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്. ISROയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ, അത് ഗഗൻയാൻ ആണെങ്കിലും ചന്ദ്രയാൻ 1, 2, 3 നിസ പ്രോജക്ട്, ISRO ഒരു ക്ലാസ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ISROയുടെ പ്രധാനപ്പെട്ട മിഷനുകളെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. സോ ഡിഫൻസ് കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഡിഫൻസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെഡിസിനുകളും ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ. ദെൻ നമ്മുടെ പ്രധാനപ്പെട്ട സൈക്ലോൺസിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ബുക്സ് ആൻഡ് ഓതേഴ്സ്, അതും പ്രധാനപ്പെട്ട 2025-ലെ പ്രധാനപ്പെട്ട ഓതേഴ്സ് ബുക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് തീംസ്, ഇതെല്ലാം എന്താണ് നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാമിന് വന്ന ഒരു ഭാഗം തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിപ്പോയിട്ടുണ്ട്. റാംസാർ സൈറ്റിന്റെ ചരിത്രവും ആ ഓരോ റാംസാർ സൈറ്റും, പ്രധാനപ്പെട്ട റാംസാർ സൈറ്റ്, നാഷണൽ പാർക്കുകൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ എന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ UNDP യെ കുറിച്ചും UN-നെ കുറിച്ചും UNEP യെ കുറിച്ചും, ഏതാണ് UNEP യെ കുറിച്ചും UNDP യെ കുറിച്ചും അതേപോലെ തന്നെ എന്താണ് യുനെസ്കോയെ കുറിച്ചും ഒക്കെ നമ്മൾ വളരെ എലാബറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ വേൾഡ് ലാർജസ്റ്റ് ഡേറ്റ സെന്ററിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി തന്നെ പോകണം. റെയിൽവേ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ വന്ദേ ഭാരതിന്റെ പുതിയ സർവീസുകളെ കുറിച്ചും ട്രാൻസ്മിറ്റ്, ഇവിടെ പറയുന്ന ട്രാൻസ്മിറ്റ് ടൈം കണ്ടെയ്നർ ട്രെയിൻ സർവീസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതേ സമയം തന്നെ നമ്മൾ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പൊ ഇന്ത്യയിൽ റീസെന്റ് ആഡ് ചെയ്താണ് സിറ്റി ഓഫ് ഗാസ്ട്രോണി എന്ന് പറയുന്നത്. ഈ സിറ്റി ഓഫ് ഗാസ്ട്രോണി എന്ന് പറയുന്ന വേറെ ഒരു സിറ്റിയും അല്ല, അത് ലക്നോയാണ്. മറന്നുപോയല്ലേ? ഒരു പോയിന്റും കൂടെ ആയിക്കോട്ടെ അല്ലെ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പോയിന്റും കൂടെ വന്നു. സിറ്റി ഓഫ് ഗാസ്ട്രോണി എന്ന് പറയുന്ന റീസെന്റ് യുനെസ്കോ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സിറ്റി ആയിട്ട് യുനെസ്കോ ആഡ് ചെയ്താണ് സിറ്റി ഓഫ് ഗാസ്ട്രോണി. അത് ഏത് സിറ്റിയാന്ന് ചോദിച്ചാൽ അത് ലക്നോയാണ്. UP-യിലെ ലക്നോയാണ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. പ്രധാനപ്പെട്ട ഫെസ്റ്റിവലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഹോൺബിൽ ഫെസ്റ്റിവൽ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, പ്രധാന റിവേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ, അതും നമുക്കൊരു ക്ലാസ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. റിപ്പോർട്ടുകളെയും ഇൻഡെക്സിനെ പറ്റി ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. മൾട്ടി പർപ്പസ് പ്രോജക്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡാം പ്രോജക്റ്റുകൾ ആണെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെന്റ് ബില്ലുകളെ കുറിച്ച് അവിടെയൊക്കെ നമ്മൾ GST യെ കുറിച്ചും
അതേപോലെ തന്നെ NCBC കുറിച്ചും EWS കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട 100 ടോപ്പിക്കുകൾ. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ 100 ടോപ്പിക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ എവിടെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട് മക്കളെ. സോ നിങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ നിങ്ങൾ റിപ്പീറ്റഡ്ലി കാണുക. അതേസമയം തന്നെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകൾ ഇതേ ബേസ്ഡ് ആയിട്ടാണ്. ഓരോ ദിവസത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആ വെറും ഇമ്പോർട്ടൻസ് അല്ല, അതിന് എത്രമാത്രം എക്സാം ഓറിയന്റഡ് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കുക, നമ്മൾ ഓരോ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകൾ നോക്കുക, അവിടെ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് വരുവാണ്. അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ജനുവരിയിൽ എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം 22,000 വേക്കൻസിയാണ് മക്കളെ വരുന്നത്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ മിസ് ഔട്ട് ആയി പോകല്. കാരണം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അത് വൺസ് ഇൻ എ വൈലാണ് വരുന്നത്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ അക്വയർ ചെയ്യാൻ ശ്രമിക്കണം. ആ ഓപ്പർച്യൂണിറ്റി മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. സോ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഒരു ലോങ് ബാച്ച് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ധാരാളം സ്പെഷ്യാലിറ്റീസ് ഉള്ള ബാച്ച് ആണ്. 350+ അവേഴ്സ് ക്ലാസ്സസ്, അതേപോലെ തന്നെ PDF പ്രിന്റബിൾ നോട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ PYQ അനാലിസിസ്. നമുക്കറിയാം ഏത് ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, എവിടെയാണ് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും, PYQ അനാലിസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ദെൻ ഇതൊരു ലോങ് പ്രോസസ് ആണ്. സോ അവിടെ എന്ത് വേണം, നമുക്കൊരു മോട്ടിവേഷൻ വേണം. സോ മോട്ടിവേഷനും മെന്റർഷിപ്പ് സെക്ഷൻസും ദെൻ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ അടങ്ങുന്ന ഒരു അടിപൊളി ബാച്ചാണ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി ലോങ് ബാച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു, നോട്ടിഫിക്കേഷൻ നമുക്ക് ജനുവരിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതേസമയം തന്നെ ഇതിന്റെ താഴെ എന്തുണ്ട്, ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിനെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒന്നുകൂടെ ഞാൻ നമ്പർ പറയുന്നു, 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.